എല്ലാ കിടികൾക്കും നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ എല്ലാ വീഡിയോയും നിങ്ങൾ കണ്ടു ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കപ്പ വറക്കണ ഒരു ചെറിയ പരിപാടിയാണ്. എപ്പോഴും ബീഫും കോഴിയൊക്കെ ചെയ്യണ പോലെ നമ്മൾ എപ്പോഴും ഹെവി ആയിട്ട് ചെയ്യണ ചെറിയൊരു പരിപാടി എല്ലാവർക്കും ചെയ്യാൻ പറ്റാവുന്ന പോലത്തെ ഒരു കപ്പ വറക്കണമാണ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ വെച്ചത് നമ്മുടെ നാടൻ കപ്പ ഒരു വീട്ടിൽ നിന്ന് നമ്മുടെ ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് കൃഷി ഉണ്ടാവണം. അപ്പോൾ അവിടെ നിന്ന് പറിച്ചു കൊടുന്ന് വെച്ചാണ്. അപ്പം അത് നമുക്കിനി ക്ലീൻ ചെയ്ത് ആ കപ്പ വറക്കേണ്ട കാര്യങ്ങളിലേക്ക് ഇനി കിടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് വെട്ടി ഒന്ന് ശരിയാക്കാം. ആദ്യം നമ്മൾ കപ്പ എടുത്തിട്ട് ഇതുപോലെ വെട്ടി കഷ്ണങ്ങളാക്കാം. അതിനുശേഷം കപ്പകൾ ഇതുപോലെ നമ്മൾ സാധാരണ ചെയ്യണ പോലെ തൊലി പൊളിക്കുക. തൊലി പൊളിച്ചിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ മാറ്റാം. എന്നിട്ട് അതിന് ശേഷം നമുക്കിതൊന്ന് കഴുകണം. കഴുകിയിട്ട് ഉപ്പ് ഇട്ട് തിളപ്പിച്ച വെള്ളത്തിലൊന്നിട്ട് ഇട്ടെടുക്കണം. എന്നിട്ട് വേണം നമുക്കിത് അരിയാനായിട്ട്. അപ്പോൾ നമ്മുടെ കപ്പ കഴുകി പാത്രത്തിൽ ശരിയാക്കി വെച്ചിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാം. എന്നിട്ട് തിളച്ചതിന് ശേഷം കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ട് നമ്മൾ ഈ കപ്പ അതിലേക്ക് ഇട്ടിട്ട് കോരിയെടുക്കുകയാണ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് തിളയ്ക്കണം. തിളച്ചതിന് ശേഷം വേണം നമ്മൾ ഈ കപ്പ അതിലേക്ക് ഇടാൻ. എന്നിട്ട് അതിന് ശേഷം ആ തിളച്ച വെള്ളത്തിൽ നിന്ന് കപ്പ നമ്മൾ ഊറ്റിയെടുക്കുകയാണ്. എന്നിട്ട് ചെറുതാക്കി സ്ലൈസായിട്ട് അരിഞ്ഞ് നമ്മൾ വറക്കാനാണ് പോകുന്നത്. വെള്ളം വെച്ചിട്ട് ഞങ്ങൾ അടുപ്പ് കത്തിച്ച് വെള്ളം ഏകദേശം ഒന്ന് തള വന്നു തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇടാം. ഏകദേശം ഒരു 2 കിലോ കപ്പ ഉണ്ട് നമ്മളിൽ. അപ്പോൾ ഒരു പിടി ഉപ്പ് നമുക്ക് അതിലേക്ക് ഇങ്ങനെ ഇടാം. ഉപ്പൊന്ന് അതിൽ വെള്ളത്തിലൊന്ന് അലിയട്ടെ. ഒരു ആ തള വരുമ്പോൾ നമുക്കതിലേക്ക് കപ്പ കരിക്കിടാം. അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ചുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ കഷ്ണങ്ങളാക്കി കഴുകി വെച്ചാൽ ഈ കപ്പ അതിലേക്ക് പതുക്കിടുക. ഏകദേശം ഈ സൈസിലായാൽ മതി. വലുപ്പം നമുക്ക് കൂടണ്ട. വലുപ്പം കൂടിയില്ലെങ്കിൽ കത്തി കൊണ്ട് ചെറുതായിട്ടൊന്ന് വെട്ടി ഇടാം. ഇനിയിപ്പോൾ നമുക്ക് അതിന് കോരിയെടുക്കാം. ജസ്റ്റ് 1 മിനിറ്റ് ഇടണ്ടോ. ഇങ്ങനെ കോഴി വെച്ചതിന് ശേഷം ഇത് ചൂടാറി കഴിഞ്ഞാൽ നമുക്കിത് പതുക്കെ സ്ലൈസ് ആക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ഉരുളി വെച്ചിട്ട് ഒന്ന് കത്തിച്ച് കൊടുക്കാം. നമുക്ക് കപ്പ എടുത്തിട്ട് ചെറുതായിട്ട് സ്ലൈസാക്കി മുറിക്കാം. ഇതുപോലെ ചെറുതാക്കി സ്ലൈസാക്കി മുറിക്കുക. ഇതെല്ലാവർക്കും വീട്ടിൽ ചെയ്യാവുന്നൊരു സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാം. പിള്ളേർക്കൊക്കെ നല്ലതാണ് വറുത്ത് കൊടുക്കുന്നത്. കനം കുറച്ച് അരിയണം, എന്നാൽ പെട്ടെന്ന് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇതെന്താണെന്ന് വെച്ചാൽ വെള്ളത്തിലിട്ട് തിളപ്പിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചയിൽ ഇത് നമ്മൾ അരിഞ്ഞു കഴിഞ്ഞാലേ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടും. ഈ പുള്ളി ഈ കപ്പയ്ക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെറിയൊരു സോഫ്റ്റ്നെസ് കിട്ടണം നല്ലതാണ് ഈ അരിയാനും ഇതിനൊക്കെ വേണ്ടിയിട്ട്. അപ്പം അതിനാണ് നമ്മൾ
ഈ വെള്ളത്തിലിടുന്നത്. ചിലർ കപ്പ, ചിലർ കൊള്ളി എന്നൊക്കെ പറയും. ഇതേപോലെ ഒന്ന് അരിഞ്ഞ് കിട്ടാം എല്ലാതും. അതിന് ശേഷം നമ്മുടെ ഈ വെച്ചിരിക്കുന്ന ഇവിടെ ഉരുളി വെച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ഓയിൽ ഒഴിച്ചിട്ട് വറുത്തെടുക്കുക. വറുത്തെടുക്കുന്നതിന് ശേഷം കുറച്ച് മുളക് പൊടി ഇതിന് മുകളിൽ ഒന്ന് ഇട്ട് തൂവിയിട്ട് ഒന്ന് പതുക്കെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് എരിവ് ആവശ്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം, അല്ലാത്തവർക്ക് സാധാരണ വറുത്ത് കോരി മാറ്റി വയ്ക്കുക തന്നെ. നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ആ ഓയിൽ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഈ കപ്പ അതിലേക്കിടാം. അപ്പോൾ നമ്മൾ ഈ കപ്പ അതിലേക്ക് ഇടാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത്. നമുക്ക് പതുക്കൊന്നും ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഗ്യാസിനുണ്ടാക്കാണ് നല്ലത്. ഇപ്പം നമ്മൾ പുറത്ത് വെറുതെ ചെറുത് ഒരു അടുപ്പ് സെറ്റ് ചെയ്ത് ചെറുത് ഉണ്ടാക്കിയത് മാത്രമേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പില്ലേ, പൊടിപ്പൊന്ന് കലക്കിയിട്ടുള്ള കുറച്ച് വെള്ളം ആഡ് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ പുഴുങ്ങുമ്പോൾ നമ്മൾ ചെറുതായിട്ടാണ് തിളപ്പിച്ചൊന്ന് ചെയ്തത് നമ്മൾ. അപ്പം ശരിക്കും ഉപ്പ് പിടിച്ചിട്ടുണ്ടാവില്ല, ചെറിയ ഉപ്പ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഉപ്പൊന്ന് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പ് വെള്ളം ഒന്ന് തെളിച്ചു കൊടുക്കണം. ഇനി ഇത് ഏകദേശം ഒരു ബ്രൗൺ കളറിൽ മൊരിയുമ്പോഴാണ് നമ്മളിത് കോരിയെടുക്കേണ്ടത്. അല്ലെങ്കിൽ ഒരു ഉടഞ്ഞ പരുവത്തിൽ നമുക്ക് കിട്ടാം. അപ്പോൾ നമുക്കിത് പതുക്കെ ചെറിയതുപോലെ തന്നെ ചൂടിൽ പതുക്കെ ഒന്ന് ഇളക്കി ഇങ്ങനെ എടുത്ത് ഒന്ന് ബ്രൗൺ കളറാകുമ്പോൾ നമ്മളിത് കോരിയെടുക്കണം. വല്ലാണ്ട് മൊരിയാനും പാടില്ല, എന്നാൽ മൊരിയും വേണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ആകെ ഒരു തണുത്ത പോലെയാവും. മൊരിച്ച ഒരു ബ്രൗൺ കളറിലാവും. അപ്പോൾ നമ്മൾ ഇന്ന് കോരിയെടുക്കണം. ഇന്ന് കോരിട്ടതിന് ശേഷം നമ്മൾ ആ കോരി വെച്ച പാത്രത്തിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കണം. മുളക് പൊടി ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ, അല്ലെങ്കിൽ ജസ്റ്റ് കോരി വെച്ച് തണുത്തതിന് ശേഷം കഴിക്കാം. അപ്പോൾ ഏകദേശം ചെറിയൊരു പകുതി മൊരിച്ചിലായിട്ട് നമ്മുടെ കപ്പ വറുത്തത് ഏകദേശം ഒരു ബ്രൗൺ കളറിൽ കണ്ട ഒരു ആ ഗോൾഡൻ കളറിലായിട്ട് നമുക്ക് പതുക്കെ ഇത് കോരി എടുത്ത് വയ്ക്കാം. കറക്റ്റ് മൊരിച്ചിലായില്ലെങ്കിൽ അത് തണുക്കുമ്പോൾ ഒരു ക്രിസ്പിനെസ് കിട്ടില്ല. അപ്പോൾ ഏകദേശം ഇതിപ്പോൾ ഒരു മൊരിച്ചിലായിട്ട് നമുക്കിതിൽ നിന്ന് കോരാം. അങ്ങനെ കോരിട്ടതിന് ശേഷം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുളക് പൊടിയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് മുളക് പൊടി എടുത്തിട്ട് അതിന് മുകളിൽ ഇങ്ങനെ തൂവി കൊടുക്കുക. തീ കൊടുത്തിട്ട് പതുക്കെ അപ്പോൾ നമ്മുടെ കപ്പ വറുത്തതിൻ്റെ വറക്കൽ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാ. നന്നായിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റാവുന്നൊരു സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്.
അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ കാണാം.